ബി.ജെ.പി. കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി ദല്ലാൽ നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ താൻ കൂടിക്കാഴ്ച നടത്തിയെന്ന് സി.പി.എം. കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ.ഡി.എഫ് കൺവീനറുമായ ഇ.പി. ജയരാജൻ വോട്ടെടുപ്പ് ദിനത്തിൽ തുറന്നു സമ്മതിച്ചത് പാർട്ടിക്കും എൽ.ഡി.എഫിനും അപ്രതീക്ഷിത പ്രഹരമായി. സി.പി.എം. ബി.ജെ.പി. അന്തർധാരയെന്നും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് കൂടിക്കാഴ്ചയെന്നും കോൺഗ്രസ് ആരോപണം കടുപ്പിച്ചതോടെ പരിങ്ങലിലായ പാർട്ടി മുഖം രക്ഷിക്കാൻ ഇ.പിക്കെതിരെ നടപടിയെടുത്തേക്കും. തിരുവനന്തപുരം ആക്കുളത്തെ തന്റെ മകന്റെ ഫ്ളാറ്റിൽ ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ഇ.പി. സമ്മതിച്ചത്. ഇ.പിയുടെ നോട്ടം ബി.ജെ.പി. ആണെന്നും ഗവർണർ കേന്ദ്രമന്ത്രി പദവികളിലൊന്നാണ് ലക്ഷ്യമെന്നുമുള്ള ആരോപണത്തിനും ഇത് ബലമേകി. ജാവ്ദേക്കർ തന്നെ പരിചയപ്പെടാൻ എത്തിയതാണെന്നും കൂടിക്കാഴ്ച വ്യക്തിപരമാണെന്നുമുള്ള ഇ.പിയുടെ വാദം വിലപ്പോയില്ല. സി.പി.എം. ബി.ജെ.പി. ബന്ധമെന്ന യു.ഡി.എഫ് ആരോപണം ശക്തിപ്പെടുകയും ചെയ്തു. ഇതോടെ പാർട്ടി വെട്ടിലായി. വോട്ടിങ്ങിനെ ബാധിച്ചേക്കുമെന്ന വിലയിരുത്തലിലാണ് വിവാദത്തെ കെടുത്താൻ മുഖ്യമന്ത്രി ഉടൻ രംഗത്തെത്തിയത്. തെറ്റായ കൂട്ടുകെട്ടുകളിൽ ഇ.പി. ജാഗ്രത പുലർത്താറില്ലെന്ന പിണറായിയുടെ കുറ്റപ്പെടുത്തൽ റിസോർട്ട് വിവാദം ഉൾപ്പെടെ പാർട്ടിക്ക് അലോസരമുണ്ടാക്കിയ മുൻകാല സംഭവങ്ങളും മനസ്സിൽ വെച്ചായിരുന്നു. പാപിയുമായി ശിവൻ കൂടിയാൽ ശിവനും പാപിയാകും എന്ന ആപ്തവാക്യം ഉദ്ധരിച്ച് ഇ.പിക്ക് ശക്തമായ മുന്നറിയിപ്പും പിണറായി നൽകി. അതേസമയം ജാവ്ദേക്കറെ ജയരാജൻ കണ്ടതിൽ തെറ്റില്ലെന്നും താനും ജാവ്ദേക്കറെ കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞ് പിണറായി വിവാദം മയപ്പെടുത്താൻ ശ്രമിച്ചത് വിനയുമായി. ഇത് കോൺഗ്രസ് ഏറ്റുപിടിച്ചു. ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണെന്നും തെരഞ്ഞെടുപ്പിൽ എൽ.ഡി.എഫ് തോറ്റാൽ ഇ.പിയെ സി.പി.എം. ബലിയാടാക്കുമെന്നും വി.ഡി. സതീശൻ ആരോപിക്കുകയും ചെയ്തു. പിണറായിക്കൊപ്പം തലപ്പൊക്കമുള്ള കണ്ണൂരിലെ സി.പി.എം. നേതാവ് ബി.ജെ.പിയിലെത്താൻ കേന്ദ്ര നേതൃത്വവുമായി ഡൽഹിയിൽ ചർച്ച നടത്തിയെന്ന ശോഭാ സുരേന്ദ്രന്റെ കഴിഞ്ഞ ദിവസത്തെ ആരോപണം ഇ.പിയെ ലക്ഷ്യമാക്കിയെന്ന ശ്രുതി പടർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച തുറന്നു സമ്മതിച്ച് ഇ.പി. രംഗത്തെത്തിയത്. അതും തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ തന്നെ. മത്സരം എൽ.ഡി.എഫും ബി.ജെ.പിയും തമ്മിലാണെന്നും ബി.ജെ.പിയുടേത് മികച്ച സ്ഥാനാർത്ഥികളാണെന്നും ഇ.പി. പ്രചാരണ വേളയിൽ തട്ടിവിട്ടത് വിവാദമായിരുന്നു. മുഖ്യമന്ത്രിയും എം.വി. ഗോവിന്ദനും ഉടൻ ഇടപെട്ട് മത്സരം എൽ.ഡി.എഫും യു.ഡി.എഫും തമ്മിലാണെന്ന് തിരുത്തി. കോടിയേരിയുടെ നിര്യാണത്തോടെ സി.പി.എം. സംസ്ഥാന സെക്രട്ടറി സ്ഥാനവും പി.ബി. അംഗത്വം പ്രതീക്ഷിച്ച ഇ.പി. ഇവ എം.വി. ഗോവിന്ദന് നൽകിയതിൽ കടുത്ത അതിർത്തിയാണെന്ന് നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ അതിർത്തി കൊണ്ടാണ് നേതൃയോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നതെന്ന് പാർട്ടിയിൽ തന്നെ സംസാരമുയർന്നു. എം.വി. ഗോവിന്ദന്റെ കേരള ജാഥ കണ്ണൂരിലെത്തിയപ്പോൾ അതിൽ പങ്കുചേരാൻ ഇ.പി. ദല്ലാൽ നന്ദകുമാറിന്റെ വീട്ടിലെത്തുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സി.പി.എം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിങ്കളാഴ്ച യോഗം ചേരും. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനൊപ്പം പോളിംഗ് ദിനത്തിൽ വലിയ തോതിൽ ചർച്ചയായ ബി.ജെ.പിയുടെ കേരളത്തിലെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ ഇ.പി. ജയരാജൻ കൂടിക്കാഴ്ചയും യോഗത്തിൽ ഉയരും. ഇ.പി. ജയരാജൻ ബി.ജെ.പിയുമായി ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പ് ദിവസം സി.പി.എമ്മിന് വൻ പ്രതിരോധത്തിലാക്കിയതിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ നടപടി ആവശ്യം ഉയർന്നതായിട്ടാണ് വിവരം. ഇന്നലെ കോൺഗ്രസ് നാളത്തെ ബി.ജെ.പി. എന്നായിരുന്നു സി.പി.എമ്മിന്റെ ആക്ഷേപം. ഇതിനെയാണ് അനിൽ ആന്റണിക്കെതിരെ ആരോപണങ്ങളുമായി ദല്ലാൽ നന്ദകുമാർ രംഗത്തെത്തിയത്. ഇതിനിടെയാണ് ശോഭാ സുരേന്ദ്രന്റെയും ഇ.പി. ജയരാജന്റെയും പോര് പുറത്തുവന്നത്. ആ ചർച്ച വളർന്നു വന്ന് രാഷ്ട്രീയ ബോംബായി പൊട്ടിയപ്പോൾ പരിക്ക് മുഴുവൻ സി.പി.എമ്മിനും ഇ.പി. ജയരാജനുമാണ്. എന്നാൽ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കിട്ടാത്തതിനെ തുടർന്ന് സി.പി.എമ്മുമായി ഉടക്കി നിന്ന ജയരാജൻ ഈ സമയത്ത് സമാന്തരമായി ബി.ജെ.പി. കേന്ദ്ര നേതാക്കളുമായി നിരന്തരം ചർച്ചയിലായിരുന്നുവെന്ന് ബി.ജെ.പി. നേതാക്കൾ ഒന്നിനു പിറകെ ഒന്നായി തുറന്നടിച്ചു. എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജന്റെ ബി.ജെ.പി. പ്രവേശനത്തിൽ 2 ദിവസം കൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി വ്യക്തത വരുമെന്ന് കെ. സുധാകരൻ പറഞ്ഞു. താൻ പറഞ്ഞതെല്ലാം ശരിയാണ്. സുധാകരൻ കടൽ കടന്നു വന്നവനാണ്. സി.പി.എം. കൈത്തോട് കാണിച്ച് പേടിപ്പിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.